ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ഡേ 2 ആണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് ഇപ്പം ജീവിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ചെറിയ വീണ്ടും കാര്യങ്ങളുണ്ടാക്കിയായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല. ഒരു മൂഡില്ലായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, എനിക്കുള്ളൊരു വൈബില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഓക്കെ, പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ലേ, ഞാൻ മൈൻഡ് ചെയ്യാൻ പോയി. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എന്താണ് പേര് പറയാം, വേടൻ അല്ല, സോറി, വാർഡൻ്റെ സ്പോട്ട് നമ്മൾ അടിച്ചു. ഓക്കെ, നമ്മൾ വാർഡൻ്റെ ഗുഹ എന്ന് വെച്ചാൽ ആശലൻ സിറ്റി ഞങ്ങാണ്ടാന്ന് അതിൻ്റെ പേര്. ഞാൻ ജിമ്മിൽ ഫോട്ടോ ചെയ്ത് വരുമ്പോൾ പുള്ളിക്കരി പറയുന്നത് ആക്സിഡൻ സിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ ആക്സിഡൻ സിറ്റി നമ്മൾ കണ്ടു കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്നുവെച്ചാൽ നമ്മൾ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ലൂട്ടും കാര്യങ്ങളും, ചെസ്സിനകത്ത് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സെറ്റപ്പ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മളെ വാർഡൻ കൊന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. കൊല്ലുന്ന രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ന് എന്നെ കൊന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്താ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാലോ എന്ന്. ഓക്കെ, അപ്പം യൂട്യൂബിൽ ഇന്ന് നമ്മൾ ആ വീഡിയോ ഇടുകയാണ്. ഡേ 2 നമ്മൾ വാർഡനെ കണ്ടുമുട്ടിയത്. ഓക്കെ, ഡേ 2 ഞാൻ സത്യം പറഞ്ഞാൽ അയൺ മൈനിങ് പോയപ്പോഴാണ് വാർഡനെ കണ്ടുമുട്ടിയത്. പിന്നെ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ, നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് വീട്. മഴയും നിങ്ങൾ കണ്ടില്ലേ? മഴ, നല്ലൊരു മഴ. ഓക്കെ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ല, ഗെയിമിനകത്ത്. ഓക്കെ, അപ്പം വാർഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നേരെ ഡേ 2 സത്യം പറഞ്ഞാൽ വീട് അല്ലെങ്കിൽ വില്ലേജ് ബിയർ അങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ചേഞ്ചിന് വേണ്ടി നമ്മൾ വാർഡനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. അടുത്ത കുറച്ച് ലൂട്ടുകൾ നമ്മൾ ഇന്ന് തന്നെ സെറ്റാക്കാൻ പോവുകയാണ്. അവിടെ എൻചാൻറ്റ്മെൻറ്റ് ബുക്കൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ചത്തു പോയി കഴിഞ്ഞാൽ പണിയാവും. നമ്മൾ ചിലപ്പം എപ്പിസോഡ് ഈ പാർട്ടോടെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ വെച്ചാണ് ഞാൻ ഗുഹ ഞാൻ മൈൻ ചെയ്യാൻ പോയിരുന്നത്. സത്യം പറഞ്ഞാൽ ഡയമണ്ടിനെ കിട്ടാൻ വെച്ചാൽ പോയത് കണ്ടില്ല. ഇവിടെ ഞാൻ കുറച്ച് ടോർച്ചും കാര്യങ്ങളും എടുത്തിട്ടാണ് മോസ് കുറേ സൂമ്പി സ്പോൺ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ ടോർച്ചും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ എൻ്റെ ചില ആർമറെല്ലാം അവിടെ പോയിട്ടുണ്ടായിരുന്നു. വാറിനെ നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായി. അവിടെ തന്നെ നമ്മുടെ ആർമറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഒന്ന് ഉറങ്ങി എനിക്ക്. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയയും വർക്കിംഗ് ഏരിയയും രണ്ടും കൂടെ പെട്ട സാധനമാണ്. പിന്നെ നമ്മൾ മേളത്തെ വീട് ചെസ്സെല്ലാം ഇവിടെ കയറ്റി വെച്ചോക്കെ. അപ്പം ഇതിനകത്താണ് നമ്മളെ ഫുൾ ആർമർ പിന്നെ ഞാൻ സെറ്റാക്കി ഗൈസ്. നമുക്ക് കുറേ അയൺ ഇപ്പോഴത്തെ നമുക്ക് സ്പോണായ സ്പോട്ടിൽ തന്നെ കുറേ അയൺ കിട്ടിയ മൗണ്ടൈനോടെ തന്നെ. മറ്റേ അത് മൗണ്ടൻ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ കുറേ അയണും കാര്യങ്ങളും കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ 3 സ്റ്റാക്ക് അയൺ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം നേരത്തെ തന്നെ നമ്മൾ എന്നെ അവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വെപ്പണെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ വെപ്പൺ മീൻസ് ഇത് നമ്മുടെ സോളും വാളും കോളാലിയും വ്യത്യാസമൊന്നും നമ്മൾ സെറ്റ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കിനി സെറ്റ് ചെയ്യണം. എന്താണ് വാളും കല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ വാളനെ കൊല്ലാൻ പോകണം. വാളനെ കൊല്ലത്തില്ല, നമ്മുടെ സാധനങ്ങൾ അവിടെ നടക്കാൻ പോകും. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ വാളനെ കൊള്ളാനായിട്ട് കില്ലാനായിട്ട് ആയിട്ടില്ല കേസ്. നമ്മൾ ആയിട്ടില്ല ഇപ്പോഴും. നമ്മൾ മീൻസ് ഞാൻ ന്യൂബാണ്. ഓക്കെ, അപ്പം ഷീൽഡ് ഉണ്ടാക്കാൻ നമുക്ക് സൂംബിയോ റീപ്പർ വരെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ അയക്കും. അത് ഞാൻ 2-3 ഷീൽഡ് ഉണ്ടാക്കാം. ചിലപ്പോൾ അതിന് നമ്മൾ ചാകാൻ നേരത്ത് ഡീസ്പോൺ ആയിപ്പോയെങ്കിൽ പണിയാവും. പിന്നെ അയ്യം കുറേ ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് ആറുമാറും കാര്യങ്ങളും ഉണ്ടാക്കണ്ട. അത് ഡീസ്പോൺ ആയാലും നമുക്ക് രണ്ടാമതും ഉണ്ടാക്കാം. അയ്യം കുറേ ഉണ്ട്. സത്യമായി ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് ഒന്നെങ്കിൽ ബേസും അല്ലെങ്കിൽ വില്ലേജ് വീർ അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട സമയം തോന്നുന്നു. പക്ഷേ നമ്മളിന്ന് വാർഡിനെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആർമറൊക്കെ എങ്ങനെയുണ്ട് കേസ്? കൊള്ളാമല്ലേ? അപ്പം നമുക്ക് വാർഡനെ കൊന്നിട്ട് കൊല്ലുന്നില്ല, സോറി, എപ്പോഴും കൊല്ലുന്ന വരുന്നത് എൻ്റെ കേട്ടോക്കെ. അപ്പം നമുക്ക് നേരെ വാർഡൻ്റെ നാട്ടിലേക്ക് പോയേക്കാം, ആഞ്ചലൻ സിറ്റിയിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ ഈ ഷീൽഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ആഞ്ചലൻ സിറ്റി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം പ്ലീസ്. ഓക്കെ, അപ്പോൾ ഈ സീറ്റ് മറ്റേ ഇത് പുള്ളിക്കാരൻ ട്രെയറൽ എനിക്ക് പുള്ളിക്കാരനോട് ചോദിച്ചാൽ കുറേ ഇതൊക്കെ എംബ്രാഡും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അങ്ങോട്ട് വാങ്ങുവാണ് എംബ്രാഡ് കൊടുത്ത് കിട്ടില്ല എന്നാ വേണ്ടായിരുന്നു.
നമുക്ക് കേസ് നമുക്ക് നേരെ ഇതാണ് കേസ് ബാക്ക് നമ്മുടെ ബാക്ക് നമുക്ക് എന്തുവാ ഞാൻ പറഞ്ഞത് എന്തുവാന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് വാറണ്ടേൻ്റെ സൈഡിലേക്ക് വാറൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ കീ. ഞാൻ ഇവിടെ നേരത്തെ തന്നെ ടോർച്ചും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അതാണ് നേരത്തെ ഇവിടെ ഞാൻ ഇറങ്ങിയ ഫുള്ള് സോംബിയും ക്രീപ്പറും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു കേസ്. അതുകൊണ്ട് പറയാൻ ഫുള്ള് കുറേ തവണ ചത്താണ് ഞാൻ ഇത് വെച്ചത് തന്നെ. അപ്പം നിങ്ങൾ ഈ സീഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പുറകെ ഇത് എന്നെ പോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, മറ്റേ അയ്യോ വാറൻ്റെ സെറ്റ് കിട്ടും. പിന്നെ അടുത്ത് തന്നെ സോംബി ഉണ്ട്. ഇവിടെ അങ്ങേ സൈഡ് ഞാൻ വയ്ക്കാത്ത കൊണ്ട് സോംബി എല്ലാം അവിടെ സ്പോണാകുന്നുണ്ട്. അപ്പം നമുക്ക് സ്കെലട്ടനെ ഒന്ന് തല്ലിക്കൊന്നിട്ട് വേണം ആശ്ചര്യമായിട്ട് ഇത് തുടങ്ങാൻ. അത് നമ്മൾ ഈ സ്കെലട്ടൻ്റെ സോളായിരിക്കും നമ്മളിങ്ങനെ നയിക്കുന്നതൊക്കെ. നമുക്ക് താഴെ അങ്ങോട്ടെല്ലാം ഞാൻ ടോർച്ചെല്ലാം വിട്ടിട്ടുണ്ട് കേസ്. അവിടെ നമ്മൾ 40-45 തോന്നുന്നു വാർഡൻ്റെ ഏരിയ തോന്നുന്നു. ഓക്കെ, അന്ന് സ്കോഡിൽ 40-45 തോന്നുന്നു എനിക്ക്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ തന്നെ കണ്ട് കുറേ അയനുണ്ട് കേസ്. ഇവിടെയും കുറച്ച് അയനൊക്കെ പറക്കുകയായിരുന്നു. പിന്നെ മേലിൽ കടയിലായി സത്യം പറഞ്ഞാൽ ക്രീപ്പർ വരുന്നു കേസ്. എനിക്ക് ക്രീപ്പറിന് ഇഷ്ടമല്ല നിങ്ങൾ കമ്പി. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ എനിക്ക് ക്രീപ്പറിന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നമ്മളും ചാകും ക്രീപ്പറും ചാകും. അന്നേരം ക്രീപ്പർ ചാകാതിരിക്കാൻ കുഴപ്പമുണ്ടോ? അല്ലെ ക്രീപ്പർ എന്താ ചാകുന്നേ? കൊച്ചു സോംബി എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി പണിയായി. ഓക്കെ, വെള്ളത്തിൽ വീണ് നമുക്ക് എങ്ങനെയും മേലോട്ട്. ഇവിടെ എല്ലാവരും വന്നു കേസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സോംബീസിന് എനിക്ക് ഇഷ്ടമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം കേസ്, ഈ വീഡിയോ അല്ലെങ്കിൽ ഞാൻ വാർഡൻ്റെ സ്പോട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ വെച്ചാൽ മേലെ നമ്മൾ വാർഡൻ്റെ സ്പോട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ പോയി കാണിക്കും. ഇവിടെ വാർഡൻ്റെ അതിൻ്റെ പേര് എനിക്ക് ആക്സസിറ്റിൻ്റെ മാർക്കിംഗ് ആണൊക്കെ. ഞാൻ പോയത് ഈ വഴിയാണ്. എനിക്കാണ് ലൈറ്റൊക്കെ ഞാൻ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വഴിയാണ് ഞാൻ പോയത്. കാണിച്ചുതരാം. ഞാൻ ഈ വഴി ഇവിടത്തെ ഡയമണ്ട് കിട്ടുന്നതിന് ഇല്ലാണ്ട് കുഴിച്ച് പോയതാണ് ഞാൻ. പക്ഷേ ആ സൈഡ് ഞാൻ കണ്ടില്ല, സെറ്റായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ചത്താലും. അത് ഞാൻ ചത്തു. പിന്നെ രണ്ടാമത് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചതാണ് കേസ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് അതിനകത്തൊരു കാര്യം വിട്ടുപോയി. നമ്മൾ വൂളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൂളില്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വെച്ചാൽ വാട്ടറിൻ്റെ സ്പോണറിൽ കൂടെ വരുമെന്ന് തോന്നുന്നു. എനിക്ക് സത്യം അങ്ങനെ അറിയത്തില്ല. വാടം കേൾക്കുമ്പോൾ വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ഇരുന്ന് പോയില്ലെങ്കിൽ പണിയാകും. അല്ലെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ നമ്മളെ ഓടനെ സ്പോണായി നമ്മളെ കൊല്ലാൻ വരും. അങ്ങനെ ഓടിയതാണ് എനിക്ക് പണി കിട്ടിയത്. ആദ്യത്തെ പണി കിട്ടി. പിന്നെ രണ്ടാമത് ഞാൻ ഇരുന്ന് പോയെങ്കിലും അത് ചെസ്സ് കണ്ടപ്പം എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. തോർക്കാൻ പോയ കേസ് കുറ്റമായതൊക്കെ. അപ്പം അങ്ങനെ മേളിൽ ചെസ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വാർഡിൻ്റെ മറ്റേ സ്പോൺ ചെയ്യുന്ന സാധനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. പേര് എനിക്കറിയത്തില്ല. അത് ഇവിടെ ഇരിപ്പുണ്ട് കേസ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതാണ്. അതുണ്ടെങ്കിൽ വാർഡ് സ്പോണാവും. ഇവിടെ സൗണ്ട് സ്പോണറാണ്. വാർഡ് സ്പോണായി. അയ്യോ, വാർഡിന് സ്പോണ എല്ലാം ആ ഒരു അടി ഒന്ന് മുങ്ങുക, അത്രേ ഉള്ളൂ. എൻ്റെ 3 ടീമായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഫസ്റ്റ് തന്നെ ഒച്ച കേട്ടപ്പോൾ വാർഡ് സ്പോണായി. ഇതൊന്നും വന്ന് എനിക്കറിയത്തില്ല കേസ്. ഇനി എൻ്റെ സൈഡ് വെച്ചാൽ ഞാൻ ചത്ത സ്ഥലം നോക്കിയെടുത്ത് എൻ്റെ സാധനങ്ങളും കൊണ്ട് എനിക്ക് തിരിച്ച് പോകണം. അതാണ് രണ്ടാമത്തെ പണി. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഡയമണ്ട് റാമറൊക്കെ ആയിട്ട് വേണം വാട്ടറിനെ കൊല്ലാൻ എനിക്ക് വരണ്ട. ഓക്കെ, ഇവിടെ വാട്ടറിന് ഇരുവട്ടം വന്ന് നമ്മൾ ഓടിപ്പോയുണ്ട് വാടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ വാടന് കണ്ണില്ല കേസ്, കണ്ണ് കാണത്തില്ല. നമ്മുടെ സൗണ്ടിൻ്റെ വാർഡിന് നമ്മുടെ സൗണ്ട്, നമ്മൾ നടക്കുന്ന സൗണ്ട് കേട്ടാണ് വാർഡിന് മനസ്സിലാക്കുന്നത് നമ്മൾ അവിടെയാണ്. നിങ്ങൾ ആദ്യം ഞാൻ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ ടോർച്ച് ഇവിടെ വെച്ചപ്പോഴാണ് വാർഡൻ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമ്മളന്ന് അടിക്കുകയായിരുന്നു. ഓക്കെ, ഈ വാർഡൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചെസ്സും കാര്യങ്ങളൊക്കെ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ അടുത്ത് വേറെ കുറേ സ്പോണേഴ്സ് ഉണ്ട്. അതെനിക്ക് പണി. വേറെ കുറേ സ്പോണറുണ്ട് നമുക്കിനി. പിന്നെ അതുപോലെ ഞാൻ ഷാഡർ എന്താ പേര് ഗ്രാഫ്സ് ഇട്ടുണ്ട്. നല്ല ഓണക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പം ഈ ബ്ലൂ സ്ഥലം ലൈറ്റായിട്ട് കാണുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ സ്പോണേഴ്സും കാര്യങ്ങളാണ്. ഇരുന്ന് പോയില്ലെങ്കിൽ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മതി.
അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എപ്പോഴും ഇരുന്ന് പോകുന്നത്. നമ്മുടെ വീഡിയോക്ക് ഇന്ന് കുറച്ച് ലെൻറ്റ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് സത്യം ഞാൻ വോയിസ് ഓവർ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് വഴി നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. അവിടെ എല്ലാം ചെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. വേറൊന്നുമില്ല. നൈസ്, ഫുള്ള് നീലമയം. കൊള്ളാം ഗൈസ്, കൊള്ളാം. പിന്നെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ വാർഡൻ പൊക്കും, വാർഡൻ തൂക്കും നമ്മളെ. അവിടെ ആയിട്ട് സ്പോണർ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഫുള്ള് സ്പോണർ ഗൈസ്. നിങ്ങൾ തന്നെ കണ്ടില്ല, ഫുള്ള് സ്പോണായിട്ട് ഫുള്ള് സ്പോൺ. പിന്നെ എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഫുള്ള് ബ്ലാക്ക് മയം, എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ ഫുള്ള് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പോർഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് വേർഷൻ പോർഷൻ അങ്ങനെ സാധനമില്ല, അത് കൊണ്ടുവരണം. പിന്നെ ഈ നമുക്ക് അടുത്ത് തന്നെ വോള് കിട്ടി. നമുക്കുള്ള വോളെല്ലാം അടിച്ച് മാറ്റിയിട്ട് നമുക്ക് നടക്കാം. വോളുണ്ടെങ്കിൽ വാടാൻ അറിയത്തില്ല ഗൈസ്. ഇവിടെ നമ്മൾ വോളി നടക്കാനേ ഒച്ച കേൾക്കത്തില്ല. നമ്മളെല്ലാം നമ്മൾ കല്ലിലോ അല്ലെങ്കിൽ ആ നീലസമ്മ ചവിട്ടി നടക്കാൻ നല്ലവണ്ണം ഒച്ച കേൾക്കും. അപ്പോൾ വോളി നമ്മൾ ചവിട്ടി നടക്കുകയാണെങ്കിൽ സൗണ്ട് കേൾക്കത്തില്ല, മനസ്സിലായില്ലേ? ഞാൻ ഇത് കണ്ട് നമ്മുടെ അച്ചുവൽ ബ്രോയുടെ ട്രിക്ക് കണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. വോളുണ്ടെങ്കിൽ വാടുന്ന ഒച്ച കേൾക്കത്തില്ലെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാളിൻ്റെ സ്പോണുണ്ടോ ഞാൻ ഇടയ്ക്ക് നോക്കുന്നതാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനെ ഗോളൊക്കെ കളിക്കാൻ എനിക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വാർഡൻ്റെ നമ്മുടെ ചത്തില്ലേ ആ സ്പോട്ടിൽ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടാം. അങ്ങനെ ഫൈനലി നമ്മുടെ ആ ചത്ത സ്ഥലത്ത് എത്തിയിരിക്കണം. ഓക്കെ, എനിക്ക് കോർഡിനേറ്റ് ഞാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനകത്ത് കോർഡിനേറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി തൊട്ടടുത്താണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സ്പോണർ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, എനിക്ക് ഇവിടെ നിങ്ങളുടെ സ്പോണർ ഉണ്ടായി. ഞാൻ ചെസ് ആയിരുന്നു തുറന്നപ്പം പെട്ടെന്നാണ് ആ സ്പോൺ ആയത്. സ്പോണർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം കാണുന്നില്ല. ഞാൻ കളിച്ചപ്പം അതാണ് തോന്നുന്നു സ്പോണർ തൊട്ടടുത്ത് ചെസ്സിൻ്റെ സ്പോണല്ല. ഓക്കെ പ്ലീസ്, ഇവിടെ കുറേ ലൂട്ടുണ്ട്. ഇങ്ങനെ ലൂട്ട് എടുക്കുന്നിടത്താണ് എന്നെ കൊന്നത്. നിങ്ങൾ ഇൻട്രോ ഒന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഉള്ള ലൂട്ടല്ല നമുക്ക് അങ്ങനെ തേക്കാം. ടോർച്ച് ബുക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തോ അങ്ങനെ കമൻറ്റ് ചെയ്യേ. എന്തോ റിപ്പയർ അച്ചീവ്മെൻ്റ് അങ്ങനെ സാധനം വന്നിട്ടുമുണ്ട്. രണ്ടാമത്തെ ഇവിടെ അടുത്ത് ഒച്ച കേട്ടത് പോയി സ്പോണായ വാങ്ങിക്കുന്നത്. ഇവിടെ ടോർച്ച് ഗൈസ്, ആ സാധനം നല്ലതെന്ന് നമുക്ക് ആരെങ്കിലും നടക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. ഇതൊക്കെ ഡിസ്കോ അതെന്തോ നിങ്ങൾ പറയാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ചത്ത സ്ഥലത്തോടുള്ള സാധനം കിട്ടി. പക്ഷെ നമ്മുടെ ചത്തപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം ഡിസ്പോൺ ആയിപ്പോയി. അങ്ങനെ ഒരു വിഷയം കിട്ടി. നമ്മൾ ചത്തപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഡിസ്പോൺ ആയിപ്പോയി. ഞാൻ ഗെയിം അപ്പോഴത്തേക്ക് ലോഗൗട്ട് അടിച്ചുകൊണ്ട് ഗെയിം അപ്പോഴത്തേക്ക് ഞാൻ എന്താ മിനിമൈസ് ചെയ്തുകൊണ്ടാണ് സംശയം. ഞാൻ ഫുള്ള് ഗെയിം ബാക്ക് അടിച്ചായിരുന്നു. അതിൻ്റെ അന്വേഷണം എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ ടോർച്ചും കാര്യങ്ങളും എടുക്കാൻ ഇരുട്ടാണ് കേസ്, കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഒരു നൈറ്റ് വിഷൻ പോർഷൻ അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊന്ന് എന്താ അങ്ങോട്ട് നടത്താനാണ്. പിന്നെ അടുത്ത് തന്നെ സ്റ്റെപ്പാന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ എല്ലാം ഇവിടെ വല്ല പുളിക്കൻ സ്പോണായി കഴിഞ്ഞാൽ പണിയായി. പറയാൻ പറ്റില്ല വയസ്സ്. നമ്മൾ നടക്കുന്നതിൻ്റെ മേളിലായിരിക്കും സ്പോണർ വന്നിരിക്കുന്നത്. മോഹൻജി അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ നടക്കുമ്പോൾ മേളിനൊരു വാട വീഴുക ചാവുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ അകത്ത് കുറേ ഇതുണ്ട് സ്പൂണും കാര്യങ്ങളോട്. ജസ്റ്റ് മിസ്. ഇനി അപ്പുറത്തോട്ട് ചാടാൻ നോക്കിയാൽ ഗൈസ് ഇവിടെ ലാവേ വന്നു വീണിട്ട് നിങ്ങൾ ഇവിടെ കയറാൻ പറ്റാത്ത അജി. ഓക്കെ, നമ്മളെ ടോർച്ചും കിട്ടി. എന്തോ ഒരു പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടി. ഞാൻ ഇവിടെ ഒന്ന് കല്ലൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ അച്ചീവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് സ്പോണർ അല്ല ഗൈസ്, അത് വെറുതെ ഞാൻ വെച്ചിരിക്കുന്ന സാധനം. ഇപ്പം നമുക്ക് എനിക്ക് വേറെ എന്തോ വീണ്ടും ഒരു അച്ചീവ്മെൻറ്റ്. അടുത്തെങ്ങാണ്ട് നമ്മുടെ വാട്ടർ സ്പോൺ ആയിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. നോടുന്നേക്ക് സേഫ്. ഇവിടെ നിന്ന് നമുക്ക് മേലോട്ട് കയറിപ്പോകാൻ കേസ്. അല്ലെങ്കിൽ നമ്മൾ വാടൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് കാണണ്ടേ. വാടൻ അടുത്തെത്തി. ഇവിടെ അയ്യോ കല്ലും കാര്യങ്ങളുള്ളത് കൊണ്ട്
നമുക്ക് കയറാനും പറ്റത്തില്ല കേസ്. പെട്ടെന്ന് കയറാമെന്ന് വെച്ച് നമുക്ക് പറ്റുന്നില്ല. ദിവസം ഇവിടെയും കല്ലുണ്ട് കേസ്. എല്ലായിടത്തും പണിയാ. നമുക്ക് സ്കെലറ്റൻ ആത്മാവ് നമ്മളെ പണി തരുകയാന്ന് തോന്നുന്നു. നമ്മൾ സ്കെലറ്റിനെ കൊന്നതല്ലേ, അതിൻ്റെ ദോഷകരമാണെന്ന് തോന്നുന്നു. ദോഷമായി നമുക്കതിന് ദോഷം കിട്ടാൻ തോന്നുന്നു. നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്നില്ല കേസ്. പിന്നെ വാർഡൻ്റെ ഒരു ചീറ്റിൽ 3 or 5 ചീറ്റിന് വന്ന് നമ്മൾ മറ്റേ വാർഡൻ്റെ ആ ചീറ്റിൽ തന്നെ പവർ 50 ബ്ലോക്കിൻ്റെ അത്രത്തോളം ഉള്ള പവർ ഉണ്ട്. ആ വാർഡൻ നമ്മളെ ചീറ്റ് 50 ബ്ലോക്കിന് ഇവിടെ വരെ അതിൻ്റെ പവർ കിട്ടുമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ട് പിന്നെ ജിമ്മിയോട് ചോദിച്ചിട്ട് പോകുന്നു. ഓക്കെ, അത്രയ്ക്ക് പവർഫുൾ സാധനമാണ് ഈ വാർഡൻ. അതുപോലെ ഈ വാർഡൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 450 അത്രത്തോളം വരുന്ന ഒരു ലൈഫാണ്. ഓക്കെ, മനസ്സിലായില്ല, അത്രത്തോളം ലൈഫ്. ഇപ്പോൾ വാർഡൻ നമ്മുടെ താഴെ ഇപ്പോണ്ട് ഒരു ചീറ്റിൽ നിന്ന് നമ്മളെ കഥ തരും. പിന്നെ അടുത്ത് തന്നെ കുറേ ഈ കല്ലും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ ഫസ്റ്റ് ചീറ്റ് നമുക്ക് കിട്ടി. ഇപ്പോൾ 2ാമത്തും കിട്ടി. ഇനി 3ാമതും കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും. 3 കിട്ടി. ഇനി 2 ലൈഫും കൂടെ ഉള്ള കേസ്. 2 ലൈഫ് പെട്ടെന്ന് പോയില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അത് ഞാൻ ഉള്ള സാധനം ഉള്ള കല്ലും കൊണ്ട് കയറിപ്പോന്നു. എൻ്റെ അമ്മ, തൊട്ടടുത്ത് ക്രീപ്പർ. ചത്തില്ല ഗൈസ്. ഇവിടെ സ്പോട്ട് ഞാൻ സൂമിൻ്റെ സ്പോട്ടിലൊക്കെ വന്നത്. ഇവിടെ ഫുള്ള് സൂം ചെയ്യുന്ന കേസ്. നമ്മൾ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അടുത്ത് തന്നെ ചിലന്തിയും പെട്ടെന്ന് മുങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല കേസ്. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓരോ HP മാത്രം, ഒരു ലൈഫ് ചെറുപ്പറ പൊട്ടലെ പൊട്ടി. ഷോർട്ടഡ് ബൈ സ്കെലട്ടൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഓഫ് ക്യാമറ നമ്മുടെ സാധനങ്ങളൊക്കെ